ഹലോ, എല്ലാവർക്കും അക്വാപെറ്റൽസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാത്തത്. നമുക്ക് ഗാർഡനിലെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, പാക്കിങ് തന്നെയാണ് കേട്ടോ. അതല്ലാതെ വീട്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലോഡും ഞാനങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ലോഡ് എടുത്തിട്ടുണ്ട്. അതിൽ റോസുകൾ വരുന്നുണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ കാറ്റലോഗിലുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് തീരുന്നതനുസരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആന്തൂറിയം പ്ലാന്റ്സ്, ഈ പ്രാവശ്യം ഞാൻ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കട്ട് ഫ്ലവർ വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ മിനിയേച്ചർ ടൈപ്പിനേക്കാളും എന്നോടിപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്നത് കുറച്ച് ഹൈറ്റിലൊക്കെ വരുന്ന ആന്തൂറിയം ചെടികളാണ്. അപ്പം നമുക്കതിൻ്റെ വൈറ്റും ചോക്ലേറ്റ് കളറൊക്കെ സ്റ്റോക്ക് ഔട്ടായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. ഇപ്പോൾ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല, കിട്ടാൻ കുറച്ച് പാടായിരുന്നു ആന്തൂറിയം. അപ്പോൾ ഒത്തിരി ആളുകൾ ഇത് ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് വന്നു കഴിയുമ്പോൾ അയച്ചു തരുമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വലിപ്പത്തിൽ ഇലകൾ വരുന്നതും നമ്മുടെ ഫ്ലവറിൻ്റെ തണ്ടിന് നല്ല ഹൈറ്റ് വെച്ച് പോകുന്നതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു ചോക്ലേറ്റ് കളറിലും അല്ലെങ്കിൽ ലിവർ റെഡ് എന്നൊക്കെ പറയാം, ചോക്ലേറ്റ് കളറിലും വൈറ്റിലും കേട്ടോ, വൈറ്റ് കളറിലും വന്നിട്ടുള്ളത്. മിനിയേച്ചർ ടൈപ്പ് അല്ല, എടുത്തു പറയുവാണ്. നമ്മൾ വീഡിയോ ചെയ്താലും അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, അതാണ് കേട്ടോ പല കാര്യങ്ങളും എടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ബോറാണെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം ഞാനൊരു സെയിൽ പോസ്റ്റ് ഇട്ടാൽ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ഗാർഡനിൽ സെയിലിനായിട്ട് വരുന്ന പ്ലാന്റ്സിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പിന്നെ ഗാർഡൻ അപ്ഡേറ്റ്സും മാത്രമേ ഇടാറുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കോണ്ടന്റ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യൂസ് കുറവായിരിക്കും. അപ്പോൾ സെയിൽ പോസ്റ്റിൽ മാത്രമേ വ്യൂസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിലിൻ്റെ വീഡിയോ ലെങ്തി ആയിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ സെയിലിനെ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയാണ്. ഒത്തിരി കഷ്ടപ്പാട് ഞാൻ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ, വാട്സപ്പ് വഴിയാണ് ഞാൻ ഓർഡർ എടുക്കുന്നത്. നമുക്ക് വെബ്സൈറ്റ് ഒന്നും ഇല്ല. വെബ്സൈറ്റ് തുടങ്ങിക്കൂടെ എന്നൊക്കെ ഉള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടു. പക്ഷെ ഇപ്പോൾ അങ്ങനെ തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കേട്ടോ. നമുക്ക് കുറച്ച് ക്യാഷിൻ്റെ ചിലവുകളൊക്കെ ഉണ്ട് ഒരു വെബ്സൈറ്റ് എടുക്കാനായിട്ട്. അതുമല്ല, അതിലേറെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കണം. കൂടുതൽ റെയർ ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് ഒക്കെയാണ് റോസാണ് എല്ലാവർക്കും കൂടുതൽ വേണ്ടത്. അപ്പോൾ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഞാൻ കൂടുതലും കൊണ്ടുവരാറ്. റോസ് പ്ലാന്റ്സ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നു. അപ്പോൾ കാറ്റലോഗിൽ പോലും, ഇപ്പോൾ വാട്സപ്പിലുള്ള കാറ്റലോഗിൽ പോലും എനിക്കത് ഉൾപ്പെടുത്താൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിലോട്ട് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലോട്ട് ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. പിന്നത്തെ കാര്യം, ഞാൻ ഒത്തിരി പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് പാക്കിങ് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം ഓർഡറുകൾ വാട്സപ്പ് വഴി തന്നെ എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് ആണ് കുറച്ചും കൂടി ഈസി എങ്കിൽ നമുക്ക് നോക്കാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ടും സെയിൽ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ പ്ലാൻസ് കണ്ടു കഴിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഞാൻ അത്രയും സന്തോഷത്തിലെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആ പ്ലാൻസിനെ പറ്റി കുറച്ച് കൂടുതൽ സംസാരിച്ചെന്ന് വരും. അത് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഒരു ഗാർഡൻ്റെ ചാനലാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെ ഇതിൽ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതല്ലാണ്ട് തന്നെ ഒത്തിരി ആന്തൂറിയം പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ കാറ്റലോഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡയറക്റ്റ് കാറ്റലോഗിൽ വന്ന് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കാറ്റലോഗ് അങ്ങനെ എടുത്തിട്ട് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് തന്നെ അയച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ വാട്സപ്പിൻ്റെ കാര്യം, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാം, നിങ്ങൾക്ക് വാട്സപ്പിട്ട് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ റിപ്ലൈ പെട്ടെന്ന് കിട്ടുന്നില്ല.
ഇനി അതും കൂടി ഒന്ന് പറയട്ടെ, നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ വോയിസ് അയക്കാതെ ടൈപ്പ് ചെയ്ത് അയക്കാൻ നോക്കുക കേട്ടോ. എനിക്ക് വോയിസ് അയച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രമാത്രം വോയിസാണ് നമ്മുടെ ഫോണിലോട്ട് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു സെയിം ടൈം ചിലപ്പോൾ നിങ്ങൾ എന്നോട് മാത്രമായിരിക്കും ചാറ്റ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഒരു സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി മെസ്സേജുകൾ ഒരേ സമയത്ത് വരുന്നുണ്ട്. അതെല്ലാം വോയിസ് മെസ്സേജുകളാണ്. നമുക്ക് ഫോൺ മെമ്മറി ഫുള്ളാവുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വോയിസ് അയക്കാതെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനെത്രയാണെന്നൊക്കെ ചോദിക്കണമെങ്കിൽ പോലും സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞിട്ട് വോയിസുകൾ അയച്ചിടുന്നവരുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നിങ്ങൾ എന്നെ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് തന്നെ പറയുന്നത്. എനിക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം വാട്സപ്പ് ഒരു രീതിയിലും സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ. ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ് അങ്ങനെ. നമ്മൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്ന ഗാർഡനാണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വോയിസ് അയച്ചിടുവാണെങ്കിൽ അതിന് റിപ്ലൈ കിട്ടാൻ താമസിക്കും. ആ സമയത്ത് മെസ്സേജ് അയച്ചിടുവാണെങ്കിൽ അതെനിക്ക് ഈസി ആയിട്ട് എനിക്ക് ആ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് റിപ്ലൈ തരാനും പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് വോയിസ് അയക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എനിക്ക് തിരിച്ച് വോയിസ് അയക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഓർക്കുക, എൻ്റെ ഒരു വോയിസ് വരുന്ന പോലെയല്ല എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. എനിക്ക് ഇഷ്ടംപോലെ ആളുകൾ വോയിസ് തന്നെ അയക്കുന്നത്. ടൈപ്പ് ചെയ്യാന്നുള്ള പരിപാടി അവിടെ കാണുന്നില്ല. അപ്പം നിങ്ങൾ എന്തായാലും ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ ഗാർഡനെ സംബന്ധിച്ച് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കേണ്ട ഒരു കാര്യമാണിത്. അതും എനിക്ക് സെയിൽ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടി വരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു അപ്ഡേഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 250 പേര് കൂടുതൽ ആ വീഡിയോ ഒന്ന് നോക്കുന്നില്ല. കാരണം താല്പര്യമില്ല. പക്ഷെ ഒരു സെയിൽ വീഡിയോ ആണെങ്കിൽ അത് ഒത്തിരി ആളുകൾ അത് കാണുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ ഗാർഡനെ പറ്റി അവർക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. അതാണ് സെയിൽ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് സമയം കിട്ടുന്ന പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ വീഡിയോ ആയിട്ടായിരിക്കും കോമൺ അപ്ഡേഷനും കാര്യങ്ങളും കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് മെസ്സേജ് വഴിയല്ല അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് പോസിബിൾ അല്ല. ഒത്തിരി ആളുകൾക്ക് ഇപ്പോൾ ഒരു സെയിം കാര്യമാണെന്ന് എനിക്ക് നിങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടൊരു അപ്ഡേഷൻ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചാനലിൽ അപ്ഡേഷൻ നോക്കുക. സമയം കിട്ടാത്തവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിലും ടൈപ്പ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സ് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. നല്ല വലിപ്പത്തിലൊക്കെ ആന്തൂറിയം പ്ലാന്റ്സ് വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങാം. പിന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കാരണം നമുക്ക് എപ്പോഴും വരുന്ന പ്ലാന്റ്സ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നതുകൊണ്ട് ആയിരിക്കാം ഇത് കിട്ടുന്ന ലഭ്യത കുറവാണ് നമുക്ക്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എടുക്കുന്ന സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്നതുകൊണ്ടാണ് അധികം കിട്ടാത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഞാൻ ആന്തൂറിയം സെയിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളെ. അപ്പോൾ ഈ ഒരു വെറൈറ്റി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഒരു പിങ്ക് കളറും വരുന്നുണ്ടായിരുന്നില്ല. ബാക്കി കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 10-12 വെറൈറ്റി ആന്തൂറിയം പ്ലാന്റ്സ് നമ്മുടെ കാറ്റലോഗിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ആന്തൂറിയം പ്ലാന്റ്സ് കിട്ടാനുള്ളവർക്ക് നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മൺഡേ തൊട്ട് ഇനി കിട്ടാനുള്ളവർക്ക് കിട്ടിത്തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി റോസ് പ്ലാന്റ്സിൻ്റെ അപ്ഡേഷനാണ്. റോസ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ റോസ് പ്ലാന്റ്സിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ.